താങ്കൾ പിടിച്ച കാവിക്കൊടി അങ്ങ് മങ്ങിയപ്പോ ഏത് കൊടിയായ അറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയാ. ഇന്നിപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് എം മണിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ ഇപ്പോൾ കാണാം. എന്നിട്ട് പിന്നെ സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും KSRTC നടത്താൻ. ആ പദ്ധതി പൊളിഞ്ഞു പോകും എന്ന CPM-ന്റെ ആത്മവിശ്വാസത്തോട് അങ്ങയുടെ പ്രതികരണം എന്താണ്? ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഖജനാവിന്റെ സ്ഥിതി എന്താണെന്ന് മണിയാശാന് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും. ഭരിച്ചു മുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുള്ളതെന്നും നയാ പൈസ ബാക്കിയില്ല എന്നുള്ള കോൺഫിഡൻസ് ആണല്ലോ മണിയാശാനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. എനിക്കൊന്ന് CPM-ൽ 2 പക്ഷമുണ്ട്. തോറ്റു എന്ന് അംഗീകരിക്കുന്നവരും ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്നവരും. അതിൽ ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്ന വർഗത്തിൽപ്പെട്ട ഒരാളുകളാണ്, ഭാഗത്തിൽപ്പെട്ട ആളാണ് അരുൺകുമാറിനെ പോലെയുള്ളവർ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റി. എൻ്റെ പ്രിയ സുഹൃത്ത് അരുൺകുമാറിനൊക്കെ CPM തോറ്റു എന്ന് വിശ്വസിപ്പിക്കാനാണ് വലിയ പ്രയാസം. അവരിപ്പോഴും കുറ്റം മുഴുവൻ ജനങ്ങളുടെ തയ്യിൽ വെക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ വലിയ തോതിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെയും ടീച്ചറെയും കുറ്റം പറയൂ, അതല്ലെങ്കിൽ തനിക്ക് എന്ത് മിസ്റ്റേക്ക് പറ്റി, തൻ്റെ തെറ്റ് എവിടെയാണ് പറ്റിയത്, നന്നായി പഠിക്കാത്തത് കൊണ്ടാണോ, അങ്ങനെ ആത്മപരിശോധന നടത്തുകയാണോ ചെയ്യുക? അത് ശരിയാണല്ലോ. ഇവിടെ ആത്മപരിശോധന ഒന്നും നടത്താതെ മുഴുവൻ കുറ്റവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെയും അതിട്ട ടീച്ചറെയും പറയുന്ന രീതിയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. തന്റെ ബുദ്ധി ഉണ്ടല്ലോ, കൊണ്ട് വിനാഗിരിയിലിട്ട് വെക്കേ. അരുൺകുമാറിനൊന്നും ആ തോറ്റത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ മുഖഭാവവും ശരീരഭാവവും ഭാഷയും കണ്ടാലറിയില്ലേ? ഇപ്പോഴും 10 വർഷത്തെ ധാർഷ്ട്യവും ധിക്കാരവും കലർന്ന അതേ രീതിയിലല്ലേ ഇപ്പോഴും പെരുമാറുന്നത്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് ഞാൻ പറയാം, ഇനി CPM-ന് കേരളത്തിൽ ഒരു തിരിച്ചുവരവില്ല ശശി എന്നാണ് എനിക്ക് അവരോട് പറയാം. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി, ഇനി തിരിച്ചുവരവില്ല. കാരണം എന്താ, അവർക്ക് ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ല. ഒരു ഇലക്ഷനിൽ ജയിക്കണമെങ്കിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി, ഇൻഫ്രാസ്ട്രക്ചർ CPM-ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിലും ഇല്ല, ബംഗാളിലും ഇല്ല, ത്രിപുരയും ഇല്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതവും യുക്തവുമായിട്ടുള്ള ഭാഷയിൽ പറയാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അവരിപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുറ്റം പറയുകയാണ്. നിങ്ങൾ സ്വയം ഒന്ന് തിരുത്തണം. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ തോറ്റു? നിങ്ങൾ തോൽക്കാൻ ഒറ്റക്കാരനേ ഉള്ളൂ, ഗോവിന്ദമാഷ ഭാര്യ നിർത്തിയത് കൊണ്ട്. അണ്ണാവെ പറ്റി പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. CPM-ന്റെ ഇത്രയും വലിയ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളെ പയ്യന്നൂർ നിങ്ങൾ തോൽക്കണമെങ്കിൽ, ധനരാജ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പിരിച്ച രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ തന്നെ തട്ടിയെടുത്തു എന്ന് നിങ്ങളുടെ സഖാക്കൾ തന്നെ വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എന്തേ അത് പറയാത്തത്? ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തത് സ്വജനപക്ഷപാതമാണ്, അത് ശരിയല്ല എന്ന് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? അതല്ലാതെ മുഴുവൻ കോൺഗ്രസ്സുകാരും UDF-കാരും വോട്ട് ചെയ്തുകൊണ്ടാണോ അവിടെ ജയിച്ചത്? അങ്ങനെ ജയിക്കാൻ കഴിയുന്ന പ്രദേശമാണോ തളിപ്പറമ്പ് പയ്യന്നൂർ? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു തോറ്റു എന്ന് സമ്മതിക്കുന്നില്ല, ജനങ്ങളാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കരുതി വച്ചിരിക്കുന്നതെല്ലാം ഈ ചർച്ചയിൽ അവസരോചിതമല്ലാതെ തന്നെ കൊണ്ടുവന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു പോകും എന്നതാണ്. ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ 2 ചോദ്യമാണ് കോൺഗ്രസ് പ്രതിനിധിയോടും കോൺഗ്രസ് സഹയാത്രികനോടും ചോദിച്ചത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് 1937 പ്രമേയത്തിൽ നിന്നും മാറ്റം വന്നോ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചയിൽ വന്നെടുത്ത തീരുമാനത്തിൽ നിന്നും മാറ്റം വന്നോ? മറുപടി പറഞ്ഞു അവർ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ആ ചോദ്യം ചോദിച്ചു, ഉത്തരം ഈ പറയാതെ തെന്നി മാറി. CPM-നെ കുറെ ആക്രമിച്ചു, ഇടതുപക്ഷത്തിനെ കുറെ ആക്രമിച്ചു. താങ്കൾക്ക് സന്തോഷമായി, ഒരു ഉപചോദ്യമില്ല. പക്ഷെ CPM-ന്റെ പ്രതിനിധിയോട് താങ്കൾ ഇങ്ങനെയല്ലല്ലോ. 10ഉം 20ഉം ഉപചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. ഞങ്ങൾ ഈ അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി. ഞാൻ എന്റെ സംസ്കാരത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് താങ്കൾ പല പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല. അതെ, താങ്കൾ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്.
തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അതങ്ങനെയായിരിക്കും. നിങ്ങൾ എറണാകുളത്തോളം ഞാൻ പാലക്കാടാണ്, മാറ്റമുണ്ടല്ലോ. താങ്കൾ പിടിച്ച കാവിക്കുടി അങ്ങ് മങ്ങിയപ്പോ ഏത് അതങ്ങനെയായിരിക്കും. നിങ്ങൾ എറണാകുളത്തോളം ഞാൻ പാലക്കാടാണ്, മാറ്റമുണ്ടല്ലോ. അറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കുടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. സ്റ്റാൻഡേർഡില്ലാതെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ അല്പം കൾച്ചറായി പോയി, അല്ലാതെ കാണിച്ചു തരായിരുന്നു. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയുക. നേരമായി ഞങ്ങൾ സഹിക്കുന്നു. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങ് മുദ്ര കുത്തിക്കോ. ഇതിലും വലിയ തോൽവി ഞങ്ങൾ തോറ്റിട്ടുണ്ട് 1977. വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഈ 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതങ്ങ് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. 3 തവണ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, ഏത് ഒന്നുമില്ലാത്ത ഖജനാവ് 6300 കോടി രൂപ ഈ ഖജനാവിലുണ്ട്. ഒന്ന് പോവാണ്ട് അവിടെ നോടണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. നിങ്ങൾ ധവളപത്രം ഇറക്കുന്നതിന് 2 ലക്ഷം വൈറ്റ് പേപ്പറോ വരട്ടെ. ഞങ്ങൾ മര്യാദകേടെ അതിന്റെ പേര് നിയുക്ത MLA എന്നാക്കരുത്. ഒരു ഘട്ടത്തിൽ പോലും താങ്കൾ ഇത്ര നുണയും പരസ്പര വിരുദ്ധമായ ആക്ഷേപം പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ല. അരുൺകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസുകാർ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഏത് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്? അതുപോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 21,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. 21,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി 8 ആവശ്യങ്ങൾ ഇൻ അഡീഷൻ ടു 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരപ്പന്തലിൽ ചെന്ന് 2026 UDF അധികാരത്തിൽ വരുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് തീരുമാനമാക്കുമെന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. കേൾക്ക്, ഞാൻ 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ക്യാബിനറ്റ് അത് തീരുമാനിക്കും. എനിക്കറിയാം നിങ്ങൾ തോക്കൂല. VD സതീശൻ സമരപന്തലിൽ പോയി പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. ആ വീഡിയോയുടെ പുറത്ത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അനുവദിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പാർട്ടിയുടെ സൈബർ വിഭാഗം എഴുതി വെച്ചതാണ്, VD സതീശൻ പറഞ്ഞതല്ല. ഞാൻ മറന്നുപോയി. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. താനിവിടെ നിന്നോ, ഞാനിപ്പോ വരാം. വേറെ കാര്യമൊന്നും